ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ക്രിസ്തുമസിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുകയാണ്. പിതാവായ ദൈവം മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഈശോ. ഈ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരവേൽക്കാൻ നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുന്ന ദിവസമാണല്ലോ ഇതെല്ലാം. നമ്മുടെ ഹൃദയത്തിൽ ഈശോയെ കാണണമെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ധ്യാനത്തിൽ കണ്ടു, നമ്മുടെ ഹൃദയത്തിന് ഹൃദയവിശുദ്ധി ഉണ്ടാകണം, എന്നാലേ നമ്മൾ ദൈവത്തെ കാണുള്ളൂ എന്ന്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ വളരെയധികം ഫലപ്രദമായ ഒരു കാര്യമാണ് എലിസബത്ത് സാൻഡോയുടെ ഡയറിയിലൂടെ നമ്മൾ കടന്നു പോവുക എന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാല 6 കുട്ടികളുടെ അമ്മയായ ഒരു കർമ്മലീത്ത 3-ാം സഭ അംഗത്തിൻ്റെ ഡയറിയാണ്. ഇത് നമ്മൾ ഒരു മാസം മുൻപ് വായിച്ചു തുടങ്ങിയിരുന്നു. ഇതിൽ പറയുന്ന അമ്മയുടെയും ഈശോയുടെയും സന്ദേശങ്ങളനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തിയാൽ ഈ ക്രിസ്തുമസ് ദിനത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ വളരെ ഭംഗിയായി ഒരുക്കാൻ കഴിയും. ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ കുറവുകൾ. ഇതിൻ്റെ 4 ഭാഗം നമ്മളിവിടെ മുൻപ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് എടുത്ത് രണ്ടാമതും ഒന്ന് നോക്കിയാൽ ഈ ധ്യാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റും. ഇന്ന് ഈ ഡയറിയുടെ 5-ാം ഭാഗമാണ് വായിക്കുന്നത്. ഈ ഭാഗത്തിൽ ഈശോ എലിസബത്ത് സാൻഡോയോട് നിൻ്റെ ദിവസങ്ങൾ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ നമ്മളൊക്കെ വീട്ടമ്മമാർ, സാധാരണ മനുഷ്യർ, നമ്മുടെ ദിവസങ്ങളെ ഈശോ വന്ന് ക്രമീകരിച്ച് കൊടുക്കുന്നതാണ് ഇന്നത്തെ ഈ വായനയിൽ നമ്മൾ കേൾക്കുക. ഈശോ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ഞാൻ നിൻ്റെ ദിവസങ്ങൾ ക്രമീകരിച്ച് തരാം. തിങ്കളാഴ്ച സഹിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദിവസമാണ് ഇത്. തിങ്കളാഴ്ച നീ എന്ത് ചെയ്യുമ്പോഴും അവരെ സഹായിക്കാനുള്ള തീവ്രമായ ആഗ്രഹം നിനക്കുണ്ടാകണം. മനസ്സിലായി കാണുമല്ലോ, സഹിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയാണ് തിങ്കളാഴ്ച നീക്കിവെക്കേണ്ടത്, അതായത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക്. എന്നോടൊപ്പം നീ അവരെത്രയും വേഗം എൻ്റെ സാന്നിധ്യത്തിലെത്താനായി സഹായിക്കണം. കർശനമായി ഉപവാസമെടുക്കണം. ഈ അപേക്ഷ നിന്നോട് മാത്രമല്ല, എല്ലാവരോടും കൂടിയുള്ളതാണ്. തിങ്കളാഴ്ച ഉപവസിക്കുന്ന ഒരാൾ എൻ്റെ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല വഴി ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരു പുരോഹിത ആത്മാവിനെ സ്വതന്ത്രമാക്കും. ഈ ദൗത്യം നിർവഹിക്കുന്നവർ മരണമടയുമ്പോൾ എൻ്റെ അമ്മയിൽ നിന്ന് ഇതേ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും 8-ാം ദിവസം മോചിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇത് എൻ്റെ 5 തിരുമുറിവുകളുടെ യോഗ്യതയാൽ എൻ്റെ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാല വഴി നിങ്ങൾക്കായിട്ട് നേടിയെടുത്തതാണ്. ഇവിടെ എലിസബത്ത് സാൻഡോയോട് പറയുന്നത് തിങ്കളാഴ്ച നമ്മൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത്. തിങ്കളാഴ്ച ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണമെന്ന്, പിന്നെ ഉപവസിക്കണമെന്ന്. ഉപവസിക്കുക എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ച് ഉപവസിക്കുക. അതിൻ്റെ ശരിയായ അർത്ഥം ഈശോയോട് കൂടെ വസിക്കുക എന്നതാണ്. അപ്പോൾ അന്ന് നമ്മളെപ്പോഴും ഈശോയോട് കൂടെ, ഈശോയെ ഓർത്തുകൊണ്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള വലിയ വലിയ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ, ഇങ്ങനെ തിങ്കളാഴ്ച ഓർത്ത് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരു പുരോഹിത ആത്മാവ് സ്വതന്ത്രമാകും എന്നാണ് പറയുന്നത്. ഇതൊക്കെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹം വഴിയായിട്ട് നേടിയെടുത്തിട്ടുള്ളതാണ് ഈ വാഗ്ദാനങ്ങൾ. ഈശോ പറഞ്ഞു, 2-ാമത്തെ ദിവസം ചൊവ്വാഴ്ച, ഇത് നിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള ദിനമാണ്. അവരെ എൻ്റെ അമ്മയ്ക്കും എനിക്കും സമർപ്പിക്കുക. അവരെ അമ്മ സംരക്ഷിച്ചോളും. നമ്മൾ ഓരോ കുടുംബാംഗങ്ങളെ ഓർത്ത്, ചിലപ്പോൾ ജീവിത പങ്കാളി അങ്ങനെയാണ്, മദ്യപാനം അല്ലെങ്കിൽ മറ്റെല്ലാ ദുശ്ശീലങ്ങൾ, ഇത് നന്നാക്കാനായിട്ട് നമ്മൾ
ഓടി നടക്കുകയാണ്. അതുപോലെ മക്കളെ. ഈശോ പറയാണ്, നീ നിൻ്റെ കുടുംബാംഗങ്ങളെ എൻ്റെ അമ്മയ്ക്ക് സമർപ്പിക്കുക, അമ്മ അവരെ സംരക്ഷിച്ചു കൊള്ളും. നമ്മൾ ഇത്രയും ചെയ്യേണ്ടോ? നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കുക, അമ്മ നോക്കിക്കൊള്ളും. എലിസബത്ത് ചോദിച്ചു, എൻ്റെ കർത്താവേ, ഞാൻ വളരെ ഗാഢമായ ഉറക്കത്തിലായാൽ, ഞാൻ ഉണർന്നെണീക്കാൻ പരാജയപ്പെട്ടാൽ എന്തു ചെയ്യും? ഈശോ പറഞ്ഞു, നമ്മുടെ അമ്മയോട് നിന്നെ ഉണർത്താൻ പറയും. അവൾ രാവും പകലും തീവ്രമായ പ്രാർത്ഥനയിലാണ്. എൻ്റെ കുഞ്ഞ്, നിൻ്റെ കുടുംബത്തോടുള്ള നിൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. അവരുടേതായ രീതിയിൽ അവരെ ഓരോരുത്തരായി നീ എൻ്റെ പക്കലെത്തിക്കണം. അവർക്ക് വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണം. നിൻ്റെ ഏറ്റവും വലിയ സംരക്ഷകൻ വിശുദ്ധ ഔസേപ്പാണ്. അദ്ദേഹത്തിൻ്റെ സഹായം ചോദിക്കാൻ മടിക്കരുത്. ഉണർവോടുകൂടെ പ്രാർത്ഥിച്ച് നിൻ്റെ കുടുംബത്തിന് നിരവധിയായ കൃപകൾ നേടുക. അപ്പോൾ നമ്മുടെ ചൊവ്വാഴ്ച നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ഈശോ പറയുന്നത് ശ്രദ്ധിക്കണം. നിൻ്റെ ഉത്തരവാദിത്വം വലുതാണ്. നിൻ്റെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയായിട്ട് നീ എൻ്റെ പക്കലേക്ക് എത്തിക്കണം. ഇതാണ് ഒരു കുടുംബനാഥയുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിരിക്കേണ്ടത്. നമ്മുടെ കുടുംബാംഗങ്ങളെ ഈശോയിലേക്ക് എത്തിക്കണം. അതിന് നമ്മൾ സഹിക്കണം, പ്രാർത്ഥിക്കണം. നമ്മെ ദ്രോഹിച്ചവരാകാം, നമ്മെ ഒരിക്കലും മൈൻഡ് ചെയ്യാത്തവരാകാം, നമുക്ക് ഇല്ലാതെ ആക്കിയവരാകാം. പക്ഷേ നമ്മുടെ കുടുംബാംഗങ്ങൾ ഇങ്ങനെ അഹങ്കാരത്തിലും ചതിയിലും വഞ്ചനയിലുമൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവത്തിൻ്റെ പക്കലേക്ക് എത്തിക്കണമെന്ന്. അതാണ് നമ്മുടെ ഡ്യൂട്ടി, ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഇനി ബുധനാഴ്ച, അത് ദൈവവിളിക്കായിട്ട് പ്രാർത്ഥിക്കേണ്ട ദിവസമാണത്രേ. അനേകം സമർപ്പണബോധമുള്ള യുവാക്കൾ പൗരോഹിത്യം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ബുധനാഴ്ച പ്രാർത്ഥിക്കണം. ഈശോ പറയാണ്, നീ ചോദിക്കുന്നത്ര ആത്മാക്കളെ ഞാൻ തരാം. വിശുദ്ധ ജീവിതത്തിനായി ആഗ്രഹം അവരിൽ പലരിലുമുണ്ട്, എന്നാൽ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ട് പാതി മനസ്സോടെ നീ ഒന്നും ചെയ്യരുത്. രാത്രി ജാഗരണ പ്രാർത്ഥന നടത്തിക്കൊണ്ട് അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നേടിയെടുക്കാം. അടുത്തത് വ്യാഴാഴ്ചയാണ്. ദിവ്യകാരുണ്യത്തിനുള്ള പ്രായശ്ചിത്ത ദിവസമായിട്ട് ഇത് ആചരിക്കണം. ഈശോ പറയാണ്, 4 മണിക്കൂർ നീ എൻ്റെ മുമ്പിൽ ചിലവഴിക്കണം. എനിക്കെതിരായി ചെയ്യപ്പെടുന്ന അനീതികൾക്കെതിരെ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആരാധിക്കുക. എൻ്റെ പീഡാസഹനത്തിലും കഠിനവേദനകളിലും നീ മുഴുകുക. ഇതുവഴി നിനക്ക് ധാരാളം ആത്മീയ അനുഗ്രഹങ്ങൾ ലഭിക്കും. ഈശോയുടെ വേദന എന്താണ്? അതിൽ നമ്മൾ ആഴമായിട്ട് മുഴുകണം എന്നാണ് പറയുന്നത്. ഈശോ അനുഭവിച്ച കഠിന വേദനകൾ ഇടയ്ക്കിടെ ഓർക്കണം. ഇത് നമുക്ക് ധാരാളം ആത്മീയ അനുഗ്രഹങ്ങൾ ലഭിക്കാനിടവരുത്തും. അടുത്തത് ഈശോ പറഞ്ഞു കൊടുക്കുന്നത് വെള്ളിയാഴ്ച ദിവസം എങ്ങനെ ക്രമീകരിക്കണം. നിൻ്റെ ഹൃദയം നിറയെ സ്നേഹവുമായി എൻ്റെ സഹനത്തെപ്പറ്റി ധ്യാന നിർലീനയാകുക. സഹനത്തെക്കുറിച്ചാണ് ധ്യാനിക്കേണ്ടത്. രാവിലെ ഉണരുമ്പോൾ രാത്രിയിലെ കഠിനമായ ദേഹോപദ്രവങ്ങൾക്ക് ശേഷം എന്നെ കാത്തിരുന്ന യാതനകളെക്കുറിച്ച് നീ ഓർക്കുക. പകൽ സമയം കുരിശിൻ്റെ വഴിയെ ധ്യാനിക്കുക, വിചിന്തനം ചെയ്യുക. ഒരു നിമിഷം പോലും എനിക്ക് വിശ്രമം ലഭിച്ചില്ല എന്ന് ഓർക്കണം. അങ്ങേയറ്റം തളർന്ന അവശനായിട്ടാണ് എന്നെ കാൽവരിയിലേക്ക് കയറ്റിയത്. നിനക്ക് നിൻ്റെ രക്ഷയ്ക്കും വേണ്ടി ഞാൻ യഥാർത്ഥമായി സഹിച്ച പീഡകളെക്കുറിച്ച് നീ ചിന്തിക്കുക, ധ്യാനിക്കുക. നീ എന്ത് ചെയ്താലും അത് അധികമാവില്ല. 12 മണി മുതൽ 3 മണി വരെ എൻ്റെ തിരുമുറിവുകളെ ആരാധിക്കുക. വിശുദ്ധ കുരിശിൽ നിന്ന് എൻ്റെ ശരീരം താഴെ ഇറക്കിയ സമയം വരെ സാധിക്കുമെങ്കിൽ ഉപവസിക്കുക. എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ത്യാഗങ്ങളെപ്പറ്റി ധ്യാനിച്ചാൽ നിങ്ങളുടെ ആത്മാവ് കൃപയാൽ നിറയപ്പെടും. അടുത്തത് ശനിയാഴ്ച എങ്ങനെ കൊണ്ടുപോകണം. നമ്മുടെ അമ്മയുടെ ദിവസമാണത്രേ ശനിയാഴ്ച. അവളെ ഈ ദിവസം പ്രത്യേകമായി സ്നേഹത്തോടെ ബഹുമാനിക്കുക. അവളെല്ലാ കൃപയുടെയും അമ്മയാണ്. സ്വർഗത്തിലെ അസംഖ്യം മാലാഖമാരും വിശുദ്ധരും
അവളെ ബഹുമാനിക്കുന്ന അതേ തീക്ഷ്ണതയോടെ ഭൂമിയിലെ സകലരും അവളെ ബഹുമാനിക്കണം എന്ന് ആഗ്രഹിക്കുക. മരണമടയുന്ന പുരോഹിതർക്ക് വേണ്ടി ഒരു ആനന്ദകരമായ മരണത്തിനുള്ള കൃപയ്ക്കായി യാചിക്കുക. സ്വർഗത്തിലൊരു ആ പുരോഹിതരുടെ ആത്മാക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മരണസമയത്ത് പരിശുദ്ധ അമ്മ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യും. നിന്റെ രാത്രി ജാഗരണത്തിലും ഈ നിയോഗം അർപ്പിക്കുക. ഞായറാഴ്ച ക്രമീകരിക്കേണ്ടത്. ഈ ദിവസത്തെ പ്രോഗ്രാം ഒന്നും കർത്താവ് പറഞ്ഞില്ല. ഈ 7 ദിവസത്തെ കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ഓരോരുത്തരും വ്യത്യസ്തരാണ്. അവനവൻ്റെ ശരീരം അനുഭവിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒരാൾക്ക് സാധിക്കുന്നതിലധികം ഈശോ ഒരിക്കലും ആവശ്യപ്പെടാറില്ല. 1-2 ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നത്ര ദിവസങ്ങൾ എടുക്കുക. എന്നിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുക. രാത്രി ജാഗരണത്തെപ്പറ്റി നിങ്ങൾ ഓരോ രാത്രി ഉണരുമ്പോഴും നന്മ നിറഞ്ഞ മറിയമേ, കർത്താവിൻ്റെ മാലാഖ തുടങ്ങിയ പ്രാർത്ഥനകൾ ചൊല്ലിയിട്ട് നമ്മൾ എഴുന്നേൽക്കാം. പ്രിയ സഹോദരങ്ങളെ, 6 കുട്ടികളുടെ അമ്മയായ കർമ്മലീത്ത 3-ാം സഭ അംഗമായ എലിസബത്ത് സാൻഡോയ്ക്ക് ഈശോ കൊടുത്ത ദർശനവും സന്ദേശങ്ങളുമാണ് നമ്മൾ കണ്ടത്. അതിൽ പാവപ്പെട്ട കുടുംബനാഥയ്ക്ക് 6 കുട്ടികളുടെ അമ്മ, ജോലികളൊക്കെ എങ്ങനെയാണ് തീർക്കേണ്ടതെന്ന് അറിയാതെ ഓടി നടക്കുന്നൊരമ്മ. ഈ അമ്മയോട് ഈശോ പറഞ്ഞു, ഞാൻ നിൻ്റെ ദിവസങ്ങളെ ക്രമീകരിച്ച് തരാമെന്ന്. അങ്ങനെ പറഞ്ഞു കൊടുത്തതാണിത്. ഇതിൽ തിങ്കളാഴ്ച എപ്പോഴും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദിവസമെന്നാണ് പറയുന്നത്. എന്തോ എല്ലാവരും തിങ്കളാഴ്ച തന്നെയാണ് ഈ ശുദ്ധീകരണ ആത്മാക്കളുടെ ദിവസമായിട്ട് കണക്കാക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. എവിടെ നിന്നാണ് ഈ അറിവ് കിട്ടിയതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും തിങ്കളാഴ്ച ഞാനിത് വായിച്ചതിന് ശേഷം തിങ്കളാഴ്ച ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ്. ഉപവസിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല. എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പോൾ കർത്താവ് അതിലൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ഈ അപേക്ഷ നിന്നോട് മാത്രമല്ല, എല്ലാവരോടും കൂടിയാണെന്ന്. തിങ്കളാഴ്ച ഉപവസിക്കുന്ന ഒരാൾ എൻ്റെ അമ്മയുടെ വിമഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാല വഴി ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഒരു പുരോഹിതൻ്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചിന്തയോടെ ഓരോ സമർപ്പിതരുടെ ആത്മാവിനെയും നമുക്ക് മോചിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മരിക്കുമ്പോൾ അമ്മ ഇതേപോലെ തന്നെ 8-ാം ദിവസം നമ്മളെ മോചിപ്പിക്കും. പിന്നെ ചൊവ്വാഴ്ചയാണ്, അത് കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മൾ കേട്ട് കഴിഞ്ഞു. ബുധനാഴ്ച നല്ല ദൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടി. വ്യാഴാഴ്ച ദിവ്യകാരുണ്യത്തിനെതിരെ മനുഷ്യമക്കൾ ചെയ്യുന്ന നിന്ന അപമാനങ്ങൾക്ക് പരിഹാരമായിട്ടാണ് വ്യാഴാഴ്ച നമ്മൾ മനസ്സിൽ കാണേണ്ടത്. ആ ലക്ഷ്യത്തിൽ വേണം നമ്മുടെ ഓരോ സഹനങ്ങളും കാഴ്ചവെക്കാൻ. പിന്നെ 4 മണിക്കൂർ കർത്താവിൻ്റെ മുമ്പിൽ ചെലവഴിക്കാൻ പറയുന്നുണ്ട്. നമ്മുടെ സാധ്യതകൾക്കനുസരിച്ച് ഇതെല്ലാം ചെയ്യുക. പറ്റില്ലെങ്കിൽ ആത്മാവിലെങ്കിലും ദിവ്യകാരുണ്യത്തെ കൊണ്ട് നടന്ന് ആരാധിക്കാമല്ലോ. വെള്ളിയാഴ്ച കർത്താവിൻ്റെ ശരീരം താഴെ ഇറക്കണ വരെ കർത്താവ് പറയുന്നു, ചിന്തിക്കണം, ധ്യാനിക്കണം. എന്ത് ചെയ്താലും അധികമാവില്ല എന്നാണല്ലോ പറയുന്നത്. കർത്താവിൻ്റെ പീഡകളെക്കുറിച്ച് ധ്യാനിക്കാനാണ് എപ്പോഴും പറയുക. കർത്താവ് സഹിച്ച സഹനങ്ങൾ മനുഷ്യർ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറെ ആശ്വാസമാണെന്ന് ഈശോയ്ക്ക്. ശനിയാഴ്ച അമ്മയുടെ ദിവസവും. ഞായറാഴ്ചത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ കർത്താവ്? അന്നത്തെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്ന്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഞായറാഴ്ച സാബത്ത് ദിനമല്ലേ, വിശ്രമത്തിൻ്റെ ദിവസം. ദൈവത്തിനെ മാത്രം നമ്മൾ ആലോചിച്ച് ദൈവിക കാര്യങ്ങൾ മാത്രം ചെയ്യേണ്ട ദിവസമാണ്. പക്ഷേ ഈശോ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞായറാഴ്ചത്തെ പ്രോഗ്രാം ഒന്നും പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. കൂട്ടുകാരെ, നമുക്ക് ഇതുപോലെ ദൈവം ക്രമീകരിച്ച് കൊടുത്തതുപോലെ ഓരോ ദിവസവും ഒന്ന് കൊണ്ടുപോയി നോക്കാം. ഞാൻ ഇത് വായിച്ചതിൽ പിന്നെ ഇങ്ങനെ തന്നെയാണ് ഓരോ ദിവസത്തെയും
കാഴ്ചവയ്പ്പ് ഇതുപോലെയാണ് കാഴ്ച വയ്ക്കാറ്. അതിനനുസരിച്ചിട്ടുള്ള അടയാളങ്ങളും എനിക്ക് ലഭിക്കാറുണ്ട്. ഇപ്പോൾ ബുധനാഴ്ച ദൈവവിളിക്കായിട്ടാണെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ കുറേ കാര്യങ്ങൾ, വേദനകളും എല്ലാം ദൈവവിളി, നല്ല യുവാക്കൾ, നല്ല സമർപ്പണബോധമുള്ള ദൈവവിളികൾ ഉണ്ടാകട്ടെ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു സെമിനാരി കുട്ടി വിളിക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നത് സ്വർഗം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്. ഈ സഹോദരി, ഈ എലിസബത്ത് സാൻഡോ വിശുദ്ധയൊന്നും ആയതായി എനിക്കറിവില്ല. ദേവദാസിയായിട്ടുണ്ടോ എന്നും എനിക്ക് ഇപ്പോഴത്തെ സ്ഥിതി അറിയില്ല. എങ്കിലും ഇത് പിതാക്കന്മാരൊക്കെ ഇതിന് സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഒരു ദർശനമാണ് എലിസബത്ത് സാൻഡോയ്ക്ക് വിമല ഹൃദയവുമായിട്ട് പരിശുദ്ധ അമ്മ വന്നത്. നമുക്ക് ഇത് ഒന്ന് വായിച്ച്, ഇതിൻ്റെ ഒരു പ്രത്യേകത വലിയ വലിയ ദൈവശാസ്ത്രജ്ഞമൊന്നുമല്ല. ഇതിൽ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ വീട്ടമ്മമാർക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അത് ഫോളോ ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ഇതനുസരിച്ച് മുന്നോട്ട് പോകാം. വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അധികം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ കാര്യങ്ങളാണ്, അതിനോട് യോജിച്ചിട്ടാണ് ഈ വക ദർശനങ്ങളൊക്കെ നമ്മൾ കാണേണ്ടത്. പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു. അതൊരിക്കലും മറക്കരുത്. ഓരോ വെളിപ്പെടുത്തലുകളും നമ്മൾ പറയുമ്പോൾ അത് നമുക്ക് ഫോളോ ചെയ്യാൻ, വിശുദ്ധ ഗ്രന്ഥത്തിലേക്കും പരിശുദ്ധ കുർബാനയിലേക്കും നമ്മെ എത്തിക്കാൻ എളുപ്പമുള്ളതാക്കി തീർക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലത്തെ സ്വകാര്യ വെളിപാടുകളൊക്കെ വായിച്ച് അതുപോലെ ക്രമീകരിക്കുന്നത്. ഇതിലെല്ലാം പറയുന്നത് നന്മയാണല്ലോ. അതുകൊണ്ട് ഇത് നമുക്കൊന്ന് നോക്കാം, നമ്മുടെ ഹൃദയം ഒന്നുകൂടെ ശുദ്ധമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം അതിനായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.